മൈനസ് ബി പ്ലസ് ഓർ മൈനസ് വെച്ച് ചെയ്യുമ്പം എസ്സിന് രണ്ട് വാല്യൂസ് കിട്ടി. എസ് ഈക്വൽ ടു 2 എന്ന് പറയുന്നത് ഒരു റൂട്ടാണെങ്കിൽ എസ് മൈനസ് 2 എന്ന് പറയുന്നത് ഈ ഒരു പോളിനോമിയലിൻ്റെ ഫാക്ടർ ആണെന്ന് പറയും. അതേപോലെ എസ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത് ഒരു റൂട്ടാണെങ്കിൽ എസ് മൈനസ് 1 എന്ന് പറയുന്നത് ഒരു ഫാക്ടർ ആണെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഈ എസ് സ്ക്വയർ മൈനസ് 3s പ്ലസ് 2ന് പകരം നമുക്ക് എസ് മൈനസ് 2 ഇൻറ്റു എസ് മൈനസ് 1 എഴുതാം. എസ് ഇൻറ്റു എസ് എസ് സ്ക്വയർ, എസ് ഇൻറ്റു 1 മൈനസ് എസ്, മൈനസ് 2 ഇൻറ്റു എസ് മൈനസ് 2s, മൈനസ് 2 ഇൻറ്റു മൈനസ് 1 പ്ലസ് 2 എന്ന് വന്നു, മൈനസ് 3s പ്ലസ് 2. കണ്ട, ഇതേ ആൾ തന്നെയാണ് ഇവിടെ കിട്ടുക. അപ്പോൾ ഇതിന് പകരം തിരിച്ചിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം: 8 പ്ലസ് 2s സ്ക്വയർ മൈനസ് 3s ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു എസ് മൈനസ് 1 ഇൻറ്റു എസ് മൈനസ് 2 എന്ന് എഴുതാം. ഇനി ഇവിടെ നോക്കുമ്പോൾ ന്യൂമറേറ്ററിലുള്ള എസിൻ്റെ ഹയസ്റ്റ് പവർ എന്ന് പറയുന്നത് 2 ആണ്. ഡിനോമിനേറ്ററിൽ നോക്ക്, എസ് ഇൻറ്റു എസ് എസ് സ്ക്വയർ, ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? എസ് ക്യൂബ് എന്ന് വരില്ലേ, 3s ഇല്ലേ? അപ്പോൾ എസിൻ്റെ ഹയസ്റ്റ് പവർ 3 ആണ് വരിക. അപ്പോൾ ഡിനോമിനേറ്ററിലുള്ള വേരിയബിളിൻ്റെ ഡിഗ്രി ന്യൂമറേറ്ററിലുള്ള വേരിയബിളിൻ്റെ ഡിഗ്രിനേക്കാൾ കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? പാർഷ്യൽ ഫ്രാക്ഷൻ എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യും. അതായത് താഴെയുള്ള ആളെ ഇവിടെയുള്ള വേരിയബിൾ ഇപ്പോൾ എസ് അല്ലേ, എസിൻ്റെ ഡിഗ്രി താഴെ കൂടുതലും മേലെ കുറവുമാണെങ്കിൽ പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്യും. യൂസിങ് മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ഈ ഒരു എന്താ ഫ്രാക്ഷണൽ ഫോം മാത്രം എടുക്കാം. 8/2s സ്ക്വയർ മൈനസ് 3s ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു എസ് മൈനസ് 1 ഇൻറ്റു എസ് മൈനസ് 2 ഈക്വൽ ടു എ ബൈ ഫസ്റ്റ് ഇതെഴുതാം പ്ലസ് ബി ബൈ അടുത്തത് എസ് മൈനസ് 1 പ്ലസ് സി ബൈ എസ് മൈനസ് 2 എന്ന് എഴുതാം. ഈ പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്യുന്നതിന് ഓരോ ടൈപ്പ് വന്നു കഴിഞ്ഞാൽ ഓരോ തരത്തിൽ യൂസ് ചെയ്യണം എന്നുണ്ട്. അതാണ് ഞാനൊരു ടേബിൾ അയച്ചു തന്നത്. ഇപ്പോൾ എന്താ ഡിനോമിനേറ്ററിൽ എസ് മൈനസ് എ ഫോമിലാണെങ്കിൽ എ ഡിവൈഡഡ് ബൈ എസ് മൈനസ് എ ഫോമിൽ എഴുതണം. ഇനി എസ് മൈനസ് എ ഹോൾ സ്ക്വയർ, ഇപ്പോൾ ഹോൾ സ്ക്വയർ ആണെങ്കിൽ എ ബൈ എസ് മൈനസ് എ പ്ലസ് ബി ബൈ എസ് മൈനസ് എ ഹോൾ സ്ക്വയറിന് എത്ര തവണയുണ്ടോ അത്ര തവണ എഴുതും. എന്താ പറയുക, ഡിനോമിനേറ്ററിൽ ഒരു ക്വാഡ്രാറ്റിക് ഫോം ആണെങ്കിൽ എ എസ് പ്ലസ് ബി ഡിവൈഡഡ് ബൈ ആ ഫോം എഴുതും. അങ്ങനെ ഓരോ ടൈപ്പ് വരുന്നതിനനുസരിച്ച് ഇങ്ങനെ എഴുതണം. ഇവിടെ ഉള്ള എല്ലാ ടേമും, ഇപ്പം നമ്മളേലുള്ള എല്ലാ ടേമും എന്താ എസ് മൈനസ് എ ഫോമിലാണ്. അതുകൊണ്ട് എസ് മൈനസ് എ ആണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് എ ബൈ എസ് മൈനസ് എ ഫോമിൽ. അപ്പോൾ എ ബൈ എസ് പ്ലസ് ബി ബൈ എസ് മൈനസ് 1 പ്ലസ് സി ബൈ എസ് മൈനസ് 2 എന്ന് എഴുതി. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് 8 പ്ലസ് 2s സ്ക്വയർ മൈനസ് 3s ഈക്വൽ ടു എന്ത് വരും? ഇവിടെയുള്ള ആൾ മൊത്തം ഇങ്ങോട്ട് പോകും, ഇങ്ങോട്ടുള്ളത് ഇങ്ങോട്ട് വരും. അപ്പോൾ ഇത് ഇങ്ങനെ മാത്രം ഓർത്താൽ മതി. ഈ ആൾ ഇങ്ങോട്ടേക്ക് പോകുന്നത്, അപ്പോൾ എ ഇൻറ്റു എസ് ഇൻറ്റു എസ് മൈനസ് 1 ഇൻറ്റു എസ് മൈനസ് 2 എന്ന് വരും. പക്ഷെ ഇവിടെ ഡിനോമിനേറ്ററിൽ ഒരു എസ് ഉണ്ട്, അതുകൊണ്ട് മേലെയുള്ള എസ്സും താഴെയുള്ള എസ്സും ക്യാൻസലായി. അപ്പോൾ എ ഇൻറ്റു ബാക്കി രണ്ടാൾക്കാരേ വരുള്ളൂ, എസ് മൈനസ് 1 ഇൻറ്റു എസ് മൈനസ് 2 പ്ലസ് ബി ഇൻറ്റു ഇവിടെ എസ് മൈനസ് 1 ഉണ്ട്. അപ്പോൾ ഈ കൂട്ടത്തിൽ എസ് മൈനസ് 1 ഒഴികെയുള്ള ബാക്കി രണ്ടാൾക്കാരെ ബീൻ്റെ കൂടെ എഴുതാം, എസ് ഇൻറ്റു എസ് മൈനസ് 2 പ്ലസ് സി ഇൻറ്റു സീൻ്റെ ഇവിടെ എസ് മൈനസ് 2 ആണുള്ളത്. അപ്പോൾ ഈ ഡിനോമിനേറ്ററിൽ എസ് മൈനസ് 2 ഒഴികെയുള്ള രണ്ടാൾക്കാരെ എഴുതാം, എസ് ഇൻറ്റു എസ് മൈനസ് 1. ഇനി എ ബി സിയുടെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഏതെങ്കിലും ഒരു വാല്യൂ, ഇപ്പോൾ നമ്മൾ എയുടെ വാല്യൂ ആണ് കാണുന്നതെങ്കിൽ ബിൻ്റെയും സിൻ്റെയും ടേം 0 ആക്കാനാണ് നോക്കേണ്ടത്. ഇപ്പോൾ ഞാൻ എയുടെ വാല്യൂ കാണുന്നു എന്ന് വെച്ചോ, എനിക്കിപ്പോൾ എയുടെ വാല്യൂ ആണ് കാണേണ്ടത്. അപ്പോൾ എയുടെ ടേം മാത്രം 0 ആവാൻ പാടില്ല, ബാക്കി രണ്ട് ടേമും 0 ആവണം. ഈ എസ്സിന് ഏത് വാല്യൂ കൊടുത്താലാണ് ഇത് രണ്ടും 0 ആവുക നോക്കാം. എസ്സിന് ഇപ്പം ഞാൻ ഇവിടെ 2 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? 2 - 2 0 ആവും. പക്ഷേ
പിന്നെ ഏത് ടേം? ഇവിടെ 2 വന്നുകൊണ്ട് 2 - 2 ഇത് രണ്ടും 0 ആവും, ഇത് 0 ആവില്ല. അങ്ങനെ ആദ്യം ഞാൻ എന്ത് ചെയ്യുന്നു, എസ്സിന് 1 കൊടുത്തു നോക്കുന്നു. കാരണം എസ്സിന് 1 കൊടുത്തു കഴിഞ്ഞാൽ 1 - 1 എന്ന് പറയുമ്പോൾ ഈ ടേം മൊത്തം 0 ആയി. പിന്നെ എവിടെയാ 0 ആവുക? ഇവിടെ 1 വരുമ്പോൾ 1 - 1 ഫോമിലുള്ളത് കൊണ്ട് ഈ ടേമും 0 ആവും. എസ്സിന് 1 കൊടുക്കുന്ന സമയത്ത് ബിയുടെ ടേം മാത്രമേ ബാക്കിയുണ്ടാവും. കാരണം ഇവിടെ 1 കൊടുത്താൽ എന്താ, 1 - 2 എന്ന് പറയുമ്പോൾ -1 -1 ഇൻറ്റു എസ്സിന് 1 ഇവിടെ കൊടുത്താൽ 1 ഇൻറ്റു -1 എന്ന് പറയുമ്പോൾ -1 വരും. എസ്സിന് 1 കൊടുത്തു, അപ്പോൾ ഈ സൈഡിലും എസ് ഉള്ളിടത്തൊക്കെ 1 കൊടുക്കുക. 8 + 2 ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ 2 -3 = 1 കൊടുക്കുന്ന സമയത്ത് ഇത് മൊത്തം 0 ആയി. 0 + b ഇൻറ്റു 1 ഇൻറ്റു -1 + 0 എന്ന് വരും. 8 + 2 എന്ന് പറയുമ്പോൾ 10 - 3 എന്ന് പറയുമ്പോൾ 7 = -b എന്ന് വരും. ഇവിടെ നിന്ന് എന്ത് കിട്ടും? -b 7 ആണെങ്കിൽ b എന്ന് പറയുന്നത് എന്താ, ഈ മൈനസ് ഇപ്പുറത്തോട്ട് വരും, -7 കിട്ടി, ബിയുടെ വാല്യൂ കിട്ടി. ഇനി എസ്സിനടുത്ത് ഏത് വാല്യൂ കൊടുക്കുക? എങ്ങനെ കൊടുത്താലാണ് ഇവിടെ ഏതെങ്കിലും ടേം 0 ആവുന്നത് നോക്കുക. എസ്സിന് 1 കൊടുത്തപ്പോൾ 0 ആയി, ഇവിടെ 2 കാണുന്നുണ്ട്. അപ്പോൾ എസ്സിന് ഇവിടെ മുന്നിൽ മൈനസ് ആണ് സൈനുള്ള, അപ്പോൾ -2 ആണുള്ളത്. 0 ആക്കാൻ ഒരു 2 ഇട്ട് കൊടുത്താൽ ചിലപ്പോൾ 0 ആവും. ഇപ്പോൾ എസ്സിന് 2 കൊടുത്തു കഴിഞ്ഞാൽ എന്താ, 2 - 2 0 ആവും. പിന്നെ S - 2 ഇവിടെയും 2 കൊടുത്താൽ 2 - 2 0 ആവും. ഈ ടേമും 0 ആയി. ഇത് മാത്രമാവുമല്ലോ, അപ്പോൾ നമുക്ക് സി കാണാൻ പറ്റുമല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്യുക, എസ്സിന് 2 കൊടുക്കുക. 2 കൊടുക്കുമ്പോൾ എല്ലാ സൈഡിലും കൊടുക്കുക. 8 + 2² എന്ന് പറയുമ്പോൾ 4 × 2 എന്ന് പറയുമ്പോൾ 8 - 3 × 2 എന്ന് പറയുമ്പോൾ 6 = ഈ ടേം 0 ആയി, ഈ ടേം 0 ആയി. പ്ലസ് സി ഇൻറ്റു 2 ആണേ കൊടുത്തത്. 2 × 2 - 1 എന്ന് പറയുമ്പോൾ 1, സി ഇൻറ്റു 2, അപ്പോൾ 2c. അപ്പോൾ എന്താ, 16 - 6 = 2c implies 2c = 10 കിട്ടും. അവിടെ നിന്ന് സിയുടെ വാല്യൂ എന്ത് കിട്ടി, 5 കിട്ടി. സി 5 കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത് എന്ത് ചെയ്യുക, അടുത്ത ഇനി എന്താ കാണണ്ടേ, ബിയും കിട്ടി സിയും കിട്ടി, ഇനി എ കിട്ടണം. എ 0 ആവാൻ പാടില്ല, ബാക്കി 2 ആൾക്കാർ 0 ആവണം. 2 ഓൾറെഡി കൊടുത്തു, 1 ഓൾറെഡി കൊടുത്തു. ഇനി എസ്, അപ്പോൾ ഈ രണ്ടിനും ഇനി 0 ആക്കേണ്ട, ആലോചിക്കണ്ട. ഈ എസ്സിനെ എങ്ങനെ 0 ആക്കാം? ഡയറക്റ്റ് എസ്സിന് 0 എന്നുള്ള വാല്യൂ കൊടുക്കുക. 0 ഇൻറ്റു ഏത് ടേം വന്നാലും 0 ആവും. എസ്സിന് 0 കൊടുത്ത് ഈ ടേമും 0 ആവും. എസ്സിന് 0 കൊടുത്താൽ ഇവിടെ എ അതുപോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ അടുത്ത് എന്ത് ചെയ്യുക, എസ്സിന് 0 കൊടുക്കുക. എസ് ഉള്ളിടത്തൊക്കെ 0 കൊടുക്കുമ്പോൾ 8 = 0 - 1 എന്ന് പറയുമ്പോൾ a ഇൻറ്റു -1 ഇൻറ്റു -2 എന്ന് വരും. 2a = 8 ആണെങ്കിൽ a എന്ന് പറയുന്നത് എന്താ, 8/2 = 4 എന്ന് കിട്ടും. എ ബി സിയുടെ വാല്യൂ കിട്ടും.